ടൈപ്സ് ഓഫ് മണി. അപ്പോൾ ഇനി മണിയുടെ ഡിഫറെൻറ്റ് ഫോംസ് അല്ലെങ്കിൽ ടൈപ്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കമ്മോഡിറ്റി മണി. അപ്പോൾ കമ്മോഡിറ്റി മണി എന്ന് പറയുന്നത് ഈ ആദ്യകാലങ്ങളിൽ കമ്മോഡിറ്റി മണീസ് ആർ യൂസ്ഡ് ആസ് മണി. അപ്പോൾ കമ്മോഡിറ്റി അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് ആർ യൂസ്ഡ് ആസ് മണി. പണം മണിയായിട്ട് ഉപയോഗിച്ച കമ്മോഡിറ്റീസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളൊരു കമ്മോഡിറ്റീസ് ഇപ്പോൾ ഗോൾഡ്, സിൽവർ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു മെറ്റൽ ഒരു മെറ്റലാണ്. ആ മെറ്റലിന് കമ്മോഡിറ്റി ആയിട്ട് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു രാജ്യം അംഗീകരിച്ചാൽ, ജനറലി ആക്സെപ്റ്റ് ചെയ്താൽ നമുക്കത് പണമായിട്ട് പരിഗണിക്കാം. അപ്പോൾ കമ്മോഡിറ്റി പണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ചില കാലഘട്ടങ്ങളിൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കമ്മോഡിറ്റീസിന് എന്തുണ്ടാവും? ദാറ്റ് കമ്മോഡിറ്റീസ് ഹാവ് ആൻ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടാവും സം എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റി ആയിരിക്കും. ഇപ്പോൾ ഒരു ചെറിയൊരു ഒരു ഇരുമ്പ് കഷ്ണമാണ്, ഒരു ജസ്റ്റ് 50 ഗ്രാമിൻ്റെ അല്ലെങ്കിൽ 10 ഗ്രാം ഇരുമ്പിൻ്റെ ചെറിയ പീസാക്കി. അപ്പോൾ അതിനൊരു ഇൻട്രിൻസിക് വാല്യൂ വേണം, എന്നാലേ അത് മണിയാവും. എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ആ ഇരുമ്പിനല്ല വില. ആ ഇരുമ്പ് ജനങ്ങൾ ഒരു 10 ഗ്രാം ഇരുമ്പ് അല്ലെങ്കിൽ ഒരു സിൽവർ, അതിനൊരു വാല്യൂ, ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട് എന്ന് സൊസൈറ്റി അംഗീകരിക്കണം. അത് ത്രൂ ഗവൺമെൻറ്റോ ലെജിസ്ലേഷനോ അല്ലെങ്കിൽ പിന്നെ ലീഗലായിട്ട് അപ്രൂവ് ചെയ്യണം, എന്നാലേ അത് മണിയാവുള്ളൂ. ഇപ്പോൾ നമ്മൾ 100 രൂപ, ഒരു എക്സാമ്പിൾ 100 രൂപ ഞാൻ അടുത്തതിൽ പറയാം. അതാണ് കമ്മോഡിറ്റി മണി. അപ്പോൾ ഏർലി പീരീഡിൽ, ഇപ്പോൾ എക്കണോമിക്സിൻ്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് പീരീഡിൽ ഗോൾഡ്, സിൽവർ ആൻഡ് അതർ മെറ്റൽസ് ആർ യൂഷ്വലി യൂസ്ഡ് ആസ് മണി. ഓക്കെ, ദാറ്റ് ഈസ് കമ്മോഡിറ്റി മണി. സെക്കൻഡ്, ഫിയറ്റ് മണി ഓർ ടോക്കൺ മണി. അപ്പോൾ ഫിയറ്റ് മണി എന്ന് പറഞ്ഞാൽ, ഫിയറ്റ് മണി ഓർ ടോക്കൺ മണി എന്ന് പറഞ്ഞാൽ മണി ദാറ്റ് ഹാസ് നോ intrinsic value is called fiat money. ഓക്കെ, അപ്പോൾ ഫിയറ്റ് മണി എന്ന് പറയുന്നത്, ആദ്യം പറഞ്ഞ കമ്മോഡിറ്റി മണി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഹാവ് ആൻ ഇൻട്രിൻസിക് വാല്യൂ. ചെറിയൊരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മോഡിറ്റി മണി എന്ന് പറയുന്നത് മണി ഹാസ് ആൻ ഇൻട്രിൻസിക് വാല്യൂ. അപ്പോൾ ഗോൾഡ്, സിൽവർ അതിനൊരു വാല്യൂ ഉണ്ട് അല്ലേ? ഗോൾഡ് ഒരു പ്രഷ്യസ് മെറ്റലാണ്, സിൽവർ ഒരു പ്രഷ്യസ് മെറ്റലാണ്. അതാണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ്. അപ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. ഗോൾഡ്, സിൽവർ പ്രഷ്യസ് മെറ്റലാണ്. അപ്പോൾ അതുകൊണ്ട് അത് പണമായിട്ട് ഉപയോഗിക്കുക. അതാണ് കമ്മോഡിറ്റി മണി. അപ്പോൾ ആ കമ്മോഡിറ്റീസ് ഹാവ് സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ദാറ്റ് കമ്മോഡിറ്റീസ് ഹാവിങ് ആൻ ഇൻട്രിൻസിക് വാല്യൂ. അതിന് വാല്യൂ ഉണ്ട്. വാല്യൂ എന്ന് പറഞ്ഞാൽ ഗോൾഡിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എത്രയാണെന്നുള്ളതല്ല, ആ വാല്യൂ ഉണ്ട്. ആ സിൽവറിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ അത് കമ്മോഡിറ്റിയായിട്ട് ഉപയോഗിക്കുക. അതാണ് കമ്മോഡിറ്റി മണി എന്ന് പറയുന്നത്. ഫിയറ്റ് മണി എന്ന് പറഞ്ഞാൽ മണി ദാറ്റ് ഹാസ് നോ ഇൻട്രിൻസിക് വാല്യൂ ഈസ് കാൾഡ് ഫിയറ്റ് മണി. കണ്ടാൽ നമുക്ക് എന്താ ഫിയറ്റ് മണി അല്ലെങ്കിൽ ടോക്കൺ മണി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ മണി ദാറ്റ് ഹാസ് നോ ഇൻട്രിൻസിക് വാല്യൂ ഈസ് കാൾഡ് ഫിയറ്റ് മണി. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ ഇല്ലാത്ത മണി ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ പണത്തെയാണ് ഫിയറ്റ് മണി എന്ന് പറയാം. ഓക്കെ, ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഒരു 100 രൂപ നോട്ട്, നിങ്ങളൊക്കെ 100 രൂപ നോട്ടുണ്ട്. ആക്ച്വലി ആ 100 രൂപ നോട്ടിന് ആക്ച്വൽ വാല്യൂ ഓഫ് 100 റുപ്പീസ് ആക്ച്വലി 0 ആണ് അല്ലേ? അതൊരു പേപ്പറാണ് ശരിക്കും അല്ലേ? 100 രൂപക്ക് 100 രൂപയുടെ വാല്യൂ ഉണ്ടാകാൻ കാരണം എന്താണ്? കാരണം 100 രൂപക്ക് അതൊരു ആക്ച്വലി പേപ്പറാണ്. ദർ ഇസ് നോ ഇൻട്രിൻസിക് വാല്യൂ 100 രൂപക്ക് ഉണ്ടോ? പക്ഷെ അതൊരു ഗോൾഡ് ആണെങ്കിൽ എന്തുണ്ട്? അതിന് മൂല്യമുണ്ട് ഇല്ലേ? സിൽവർ ആണെങ്കിൽ അതൊരു പ്രഷ്യസ് മെറ്റലാണ്, അല്ലെങ്കിൽ ഡയമണ്ട് ആണെങ്കിൽ അതൊരു പ്രഷ്യസ് മെറ്റലാണ്. ദാറ്റ് കമ്മോഡിറ്റീസ് ഹാവിങ് ഇൻട്രിൻസിക് വാല്യൂ. പക്ഷെ 100 രൂപ നോട്ട് എന്ന് പറയുന്നത്, ആ 100 രൂപ നോട്ട് ആക്ച്വലി ഫിയറ്റ് മണിയാണ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഇൻട്രിൻസിക് വാല്യൂ. അതൊരു പേപ്പറാണ് ആക്ച്വലി. ബേസിക്കലി ഇറ്റ്സ് വാല്യൂ 0. ഗോൾഡിൻ്റെ വാല്യൂ 0 ആണോ? അത് ഒരു പ്രഷ്യസ് മെറ്റൽ അല്ലേ? ഡയമണ്ടിൻ്റെ വാല്യൂ 0 ആണോ? അല്ല, അതൊരു പ്രഷ്യസ് മെറ്റലാണ്. പക്ഷേ 100 രൂപ നോട്ട്, 50 പൈസ കോയിൻ, 5 രൂപ കോയിൻ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഇറ്റ്സ് വാല്യൂ ഈസ് 0 ആണ് ഇല്ലേ?
that means sorry not value, intrinsic value 0 ആണ്. There is no intrinsic value കാരണം അതൊരു പേപ്പറാണ്. പക്ഷെ ഗോൾഡ് ഒരു പേപ്പറല്ല, സിൽവർ ഒരു പേപ്പറല്ല, അതുപോലെ ഡയമണ്ട് ഒരു പേപ്പറല്ല. അതാണ് ഫിയറ്റ് മണി എന്ന് പറയുന്നത്. അപ്പോൾ ഫിയറ്റ് മണി എന്ന് പറയുന്നത് ഫിയറ്റ് മണി ഈസ് എ മണി ദാറ്റ് ഹാസ് നോ ഇൻട്രിൻസിക് വാല്യൂ. ഇൻട്രിൻസിക് വാല്യൂ ഇല്ലാത്ത മണിയാണ് ഫിയറ്റ് മണി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 100 രൂപ നോട്ട്, 2000 രൂപ നോട്ട്, ആക്ച്വലി ആ നോട്ട്സ് എന്ന് പറയുന്നത് ജസ്റ്റ് എ പേപ്പർ, ഒരു ചെറിയൊരു പേപ്പർ തുണ്ടുകളാണ് അല്ലേ. പക്ഷെ അതിനെന്ത്, ആ പേപ്പർ തുണ്ടുകൾക്ക് ഇൻട്രിൻസിക് വാല്യൂ ഇല്ല. അത് കത്തിച്ചാൽ കത്തുന്ന ഒരു സാധനം, അതിന് പ്രത്യേകിച്ച് വാല്യൂ ഇല്ല. അത് വാല്യൂ ഇല്ല, പക്ഷെ അത് പണമാണ്. അങ്ങനത്തെ നോട്ട് പക്ഷെ അപ്പോൾ അതിന് വാല്യൂ ഉണ്ടാകാൻ കാരണം എന്താണ്? ദാറ്റ് മണി അല്ലെങ്കിൽ ടോക്കൺ മണി അല്ലെങ്കിൽ ഫിയറ്റ് മണി അച്ചീവ്സ് ഇറ്റ്സ് വാല്യൂ ബൈ ഗവൺമെൻറ് ലെജിസ്ലേഷൻ. ആ പേപ്പർ അത് നിയമപ്രകാരം അതൊരു 100 രൂപയായി അപ്രൂവ് ചെയ്തു അല്ലേ. നിങ്ങൾ നോട്ട്ബുക്കിൽ നിന്ന് ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് കുറച്ചൊരു ഏകദേശം അതുപോലെ കുറച്ച് കട്ടിയുള്ള A4 ഷീറ്റ് കട്ട് ചെയ്ത് 100 രൂപ എന്ന് എഴുതി അത് 100 രൂപ ആവുമോ? 2000 രൂപ നോട്ടിൽ എഴുതിയ 2000 രൂപ ആവുമോ? ഇല്ല. അതെന്താണോ, ആ 2000 രൂപ ഗവൺമെൻറ് നിയമപരമായിട്ട് അത് 2000 ആയിട്ട് ലീഗൽ വാലിഡേഷൻ കൊടുത്താൽ അത് 2000 ആയിട്ട് അപ്രൂവ് ചെയ്യും. അപ്പോൾ ഒരു പേപ്പർ എന്താണ്, അത് ഇൻട്രിൻസിക് വാല്യൂ ഇല്ല, പക്ഷേ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടാകും എന്താണ്, എങ്ങനെയാണ്, ആ പേപ്പർ മണി സർക്കാർ നിയമപരമായിട്ട് അതൊരു അപ്രൂവൽ കൊടുക്കണം. ഓക്കെ, ത്രൂ ലെജിസ്ലേഷൻ. അങ്ങനെ ആകുമ്പോൾ എന്താണ്, അതൊരു മണി ആയിട്ട് മാറും. ദാറ്റ് ഈസ് കാൾഡ് ഫിയറ്റ് മണി. അപ്പോൾ ഫിയറ്റ് മണി ഹാസ് നോ ഇൻട്രിൻസിക് വാല്യൂ, കമ്മോഡിറ്റി മണി ഹാസ് ആൻ ഇൻട്രിൻസിക് വാല്യൂ. ഓക്കെ, അതാണ് ഫിയറ്റ് മണി ഈസ് ഓൾസോ കാൾഡ് ടോക്കൺ മണി. പിന്നെ ലീഗൽ ടെൻഡർ മണി. മണി, വാട്ട് ഈസ് മീൻ ബൈ ലീഗൽ ടെൻഡർ മണി? മണി ദാറ്റ് ബൈ ലോ മേ ബി ഓഫേർഡ് ഈസ് കാൾഡ് ആസ് ലീഗൽ ടെൻഡർ മണി. മണി ദാറ്റ് ബൈ ലോ മേ ഓഫേർഡ് ഈസ് കാൾഡ് ലീഗൽ ടെൻഡേർഡ് മണി. അപ്പോൾ ലീഗൽ മണി എന്ന് പറഞ്ഞാൽ എന്തൊരു സാധനം, അതൊരു പേപ്പറാവാം, ഒരു ഇരുമ്പിൻ്റെ കഷ്ണമാവാം, ചെറിയ ഇരുമ്പിൻ്റെ പീസാവാം, എന്താവട്ടെ, അതിന് സർക്കാർ ലീഗലായിട്ട് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലീഗൽ ടെൻഡർ മണിയാണ്. ഓക്കെ, ഒരു ചെറിയൊരു ഒരു പേപ്പർ പീസ്, 100 രൂപയുടെ പേപ്പർ പീസ്, ഓക്കെ, അതിന് സർക്കാർ എന്താണ് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട് 100 രൂപ എന്നുള്ളത്. അത് ലീഗൽ ഒരു വാലിഡേഷൻ അതിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ലീഗൽ ടെൻഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 100 രൂപയാണ്. ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു 500 രൂപ പെട്ടെന്ന് നമുക്കറിയാം 500 രൂപ എടുത്തു കളഞ്ഞു ഇല്ലേ, ഡിമോണിറ്റൈസേഷൻ നമുക്ക് ഇന്ത്യൻ എക്കോണമിയിൽ വന്നു. 500 രൂപ ഇപ്പം അതുവരെ എന്തായിരുന്നു, നമ്മളെ പോക്കറ്റ് 500 രൂപ കിടന്നാൽ അതിന് വാല്യൂ ഉണ്ടായിരുന്നു. ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷം ആ 500 രൂപ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും 500 ഉണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഇല്ല. കാരണം എന്താണ്, ആ 500 രൂപക്ക് ഇൻട്രിൻസിക് വാല്യൂ ഇല്ല. അതിനുള്ളത് എന്താണ്, ലീഗൽ ടെൻഡർ വാല്യൂ ആണ് ഇല്ലേ. ഗവൺമെൻറ് എന്താണ്, അല്ലെങ്കിൽ RBI അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 500 അതിനൊരു 500 എന്നുള്ള 500ൻ്റെ നോട്ടിനൊരു ഒരു ലീഗൽ വാലിഡിറ്റി കൊടുത്തിരുന്നു. അത് പെട്ടെന്ന് എടുത്തു കളഞ്ഞാൽ അതൊരു പേപ്പറാണ്, കത്തിച്ച് കളയാന്നല്ലാണ്ട് വേറെ ഒന്നിനും പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് 500 രൂപയുടെ ലീഗൽ വാലിഡിറ്റി ഇപ്പോഴും പല ആളുകളുടെ കയ്യിലും ആ 500 രൂപ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? പക്ഷെ അതുകൊണ്ട് അതെന്താണ്, ദാറ്റ് ജസ്റ്റ് ലൈക്ക് എ പേപ്പർ പീസ്, അതിലപ്പുറം ഒന്നുമില്ല അത്. ഓക്കെ, അതുകൊണ്ട് അതിനൊരു ലീഗൽ വാലിഡേഷനും ഇല്ല. അത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് ലീഗൽ ടെൻഡർ മണി. ഇത് വിച്ച് ഇസ് ജസ്റ്റ് ലൈക്ക് എ ഫിയറ്റ് മണി. ഓക്കെ, ഇനി ഓപ്ഷണൽ മണി. ഓപ്ഷണൽ മണി എന്ന് പറഞ്ഞാൽ ഇതിന് മറ്റൊരു പേര് നോൺ ലീഗൽ ടെൻഡർ മണി. ദാറ്റ് മീൻ മണി ഡസ് നോട്ട് പൊസസ് എനി ലീഗൽ അതോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഓർ സെൻട്രൽ. ഇപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു വസ്തു പണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അതിനെന്താണ് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഒരു ലീഗൽ വാലിഡേഷൻ അല്ലെങ്കിൽ ലീഗൽ അതോറിറ്റി പിന്നെ അതിനില്ല എങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, പിന്നെ അതൊരു നോൺ ലീഗൽ ടെൻഡർ മണിയാണെന്നുള്ളത്. അപ്പോൾ ഇതും നമ്മൾ നോൺ ലീഗൽ ടെൻഡർ മണി ഇപ്പോൾ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതാണ് ഓപ്ഷണൽ മണി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എക്സെട്ര. ഇപ്പോൾ ചെക്ക് അതെന്താ വെച്ചാൽ അതിനൊരു ലീഗൽ വാലിഡിറ്റി ഇല്ല, ബാങ്ക് തരുന്ന വാലിഡിറ്റിയേ ഉള്ളൂ. പ്രോമിസറി നോട്ട്
അത് രണ്ട് ഏജൻറ്റുമാർ അല്ലെങ്കിൽ പിന്നെ ബിസിനസ്മാൻമാർ പരസ്പരം കൊടുക്കുന്നതാണ് ത്രൂ ബാങ്ക്സ്. അപ്പോൾ ആ പ്രോമിസറി നോട്ട്സിനും എന്താണ്, അതിന് ലീഗൽ വാലിഡിറ്റി ഇല്ല. സർക്കാർ അതൊരു പണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഓക്കെ, അത് ബാങ്ക് പോയാൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് ബാങ്ക് ഇങ്ങനെ ചെക്കാണ് തന്നത്, അപ്പോൾ ആ ചെക്ക് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ കോടതിയിൽ പോകാം. പക്ഷെ അതിനെന്തില്ല, ഒരു ലീഗൽ അതൊരു ചെക്കൊരു മണിയായിട്ട് ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ മണിയാണ് നോൺ ലീഗൽ ടെൻഡർ മണി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷണൽ മണി എന്ന് പറയും. അപ്പോൾ ഓപ്ഷണൽ മണി എന്ന് പറഞ്ഞാൽ money that does not possess any legal authority of the state or central government. സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ലീഗൽ അതോറിറ്റിയും കൊടുക്കാത്ത ഏത് മണിയും ഓപ്ഷണൽ മണി. എക്സാമ്പിൾ ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എക്സെട്ര. ഇനി ഇൻസൈഡ് മണി, അതിൻ്റെ മറ്റൊരു പേരാണ് എൻഡോജീനിയസ് മണി. മണി ദാറ്റ് ഈസ് ദ പാർട്ട് ഓഫ് മണി സപ്ലൈ that is created inside the economic system by banking sector. അപ്പോൾ എന്താണ് ഇൻസൈഡ് മണി, എൻഡോജീനിയസ് മണി എന്ന് പറയുന്നത്? ഇതെന്താ വെച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി എൻഡോജീനിയസ് മണി is a money that part of money supply of an economy. That money is created inside the economic system by the banking sector. ഒരു എക്കോണമിയിൽ ബാങ്കിങ് സെക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മണിയാണ് എന്തെന്ന് പറയുന്നത്, പിന്നെ ഇൻസൈഡ് മണി, എൻഡോജീനിയസ് മണി എന്ന് പറയുന്നത്. ബാങ്കിങ് സെക്ടർ, ഒരു എക്കോണമിയിലെ ബാങ്കിങ് സെക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന മണിയാണ് ഇൻസൈഡ് മണി എന്ന് പറയുന്നത്. നമുക്കറിയാം ത്രൂ ബാങ്ക് ഡെപ്പോസിറ്റ്. അപ്പോൾ ബാങ്കിങ് സെക്ടർ എങ്ങനെ മണി ക്രിയേറ്റ് ചെയ്യുന്നത്? അവരെന്ത് ചെയ്യുന്നു, ദേ ആക്സെപ്റ്റ് വാട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഡൂയിങ്, ദേ ആർ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് അല്ലേ. അതുപോലെ അഡ്വാൻസ് ലോൺസ് ആൻഡ് ക്രെഡിറ്റ് അല്ലേ. ലോണ് ഡെപ്പോസിറ്റ് ജനങ്ങൾക്ക് സ്വീകരിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ലോണായിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന മണിയാണ്, അങ്ങനെ എക്കോണമിയിൽ ഉണ്ടാകുന്ന പണത്തെ പറയുന്ന പേരാണ് ഇൻസൈഡ് മണി. അത് എക്കണോമിക് സിസ്റ്റത്തിനകത്തുള്ള മണിയാണ്, നമ്മുടെ മണി സപ്ലൈയുടെ ഒരു പാർട്ടാണ്. അത് ആക്ച്വലി ആ മണി എന്ന് പറയുന്നത് ബാങ്കിങ് സിസ്റ്റം ത്രൂ ദ ക്രെഡിറ്റ് ക്രിയേഷനിലൂടെ ഉണ്ടാക്കുന്നതാണ്. ക്രെഡിറ്റ് ക്രിയേഷനിലൂടെ ബാങ്കിങ് സിസ്റ്റം, ഒരു എക്കണോമിക് സിസ്റ്റത്തിലുള്ള ബാങ്കിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന മണിയാണ് എൻഡോജീനിയസ് മണി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഏതൊരു എക്കണോമിക് സിസ്റ്റത്തിലും എന്തുണ്ട്, ബാങ്കിങ് സിസ്റ്റം ഉണ്ടാവും. ഓക്കെ, ആ ബാങ്കിങ് സിസ്റ്റം ക്രെഡിറ്റ് ക്രിയേഷനിലൂടെ, ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക, ലോണായിട്ട് കൊടുക്കുക. ഓക്കെ, അഡ്വാൻസ് ലോൺസ്. ഓക്കെ, അപ്പോൾ അതിലൂടെ, ആ പ്രോസസ്സിലൂടെ ഉണ്ടാക്കുന്ന മണിയെ പറയുന്ന പേരാണ് ഇൻസൈഡ് മണി ഓർ എൻഡോജീനിയസ് മണി. ഓക്കെ, ദാറ്റ് മീൻ വിത്തിൻ എ സിസ്റ്റം മണി എന്ന് പറയുന്നത് എവിടെയാണ്, ഒരു സിസ്റ്റത്തിനകത്തുള്ള മണിയാണ്. അത് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ആ സിസ്റ്റത്തിലുള്ള ബാങ്കിങ് സെക്ടർ ത്രൂ പിന്നെ ഡെപ്പോസിറ്റ്സ് ആൻഡ് ലോൺസ്. ഇനി ഔട്ട്സൈഡ് മണി എന്ന് പറയുന്നത് എക്സോജീനിയസ് മണി. ഓക്കെ, ഔട്ട്സൈഡ് മണി അല്ലെങ്കിൽ എക്സോജീനിയസ് മണി എന്ന് പറയും. ഔട്ട്സൈഡ് മണി ഈസ് ദി പാർട്ട് ഓഫ് ദ മണി സപ്ലൈ ദാറ്റ് പുട്ട് ഇൻ ടു ദ എക്കണോമിക് സിസ്റ്റം ഫ്രം ഔട്ട്സൈഡ് ബൈ ദി ഗവൺമെൻറ്. അപ്പോൾ ഇത് ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു പണമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു സപ്ലൈ ഓഫ് മണീൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പണത്തെ പറയുന്ന പേരാണ് ഈ എക്സോജീനിയസ് എന്ന് പറയുന്നത് അത് ഔട്ട് ഓഫ് എക്കണോമിക് സിസ്റ്റമാണ്. അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതോറിറ്റി, RBI, ഗവൺമെൻറ്റിൻ്റെ അടുത്തുള്ള മണി, അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന പണത്തെ പറയുന്ന പേരാണ് ഔട്ട്സൈഡ് മണി. ഇൻസൈഡ് മണി എന്ന് പറയുന്നത് പിന്നെ രാജ്യത്തിനകത്തുള്ള ബാങ്കിങ് സെക്ടറിൽ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് ക്രിയേഷനിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന മണിയെ പറയുന്ന പേരാണ് ഇൻസൈഡ് മണി അല്ലെങ്കിൽ എൻഡോജീനിയസ് മണി. എക്സോജീനിയസ് മണി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് മണിയാണ്, അതൊരു മണി സപ്ലൈയുടെ പാർട്ടാണ്. എൻഡോജീനിയസ് മണി സപ്ലൈയുടെ പാർട്ടാണ്, ഇതും മണി സപ്ലൈയുടെ പാർട്ടാണ്. പക്ഷേ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡ് എക്കണോമിക് സിസ്റ്റം ബൈ ദി ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്ന മണിയാണ് എന്തെന്ന് പറയുന്നത് ഔട്ട്സൈഡ് മണി. ഫോർ എക്സാമ്പിൾ കറൻസി ഇൻ സർക്കുലേഷൻ. ഓക്കെ, ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്ന കറൻസി ഇൻ സർക്കുലേഷൻ. ഇപ്പോൾ സർക്കുലേഷനുള്ള മണി, അപ്പോൾ അത് ആരുണ്ടാക്കിയതാണ്?
കറൻസി സർക്കിൾ. ഒരു രാജ്യം ഇന്ത്യയിലുള്ള എല്ലാ കറൻസി നോട്ട്സും കോയിൻസും ആരുടെ കൺട്രോളിലാണ്? അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള മണിയാണ്. ഓക്കെ, ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്ന മണി. ഇനി പുതിയ നോട്ട് ഇഷ്യൂ ചെയ്യാണ്, പുതിയ കോയിൻ ഇഷ്യൂ ചെയ്യാണ്, അതും ആരാണ്? അത് എന്ത് മണിയാണ്? ഗവൺമെൻറ് ചെയ്യുന്നതാണെങ്കിൽ RBI ചെയ്തതാണ്, അത് ഔട്ട്സൈഡ് മണിയാണ്. അതുപോലെ തന്നെ ഗോൾഡ്, ഫോറിൻ എക്സ്ചേഞ്ച്, ഗവൺമെൻറ് അടുത്തുള്ള ഗോൾഡ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസോഴ്സ്, അതൊക്കെ മണിയാണ്. ഓരോ രാജ്യത്തിന് എന്തുണ്ടാവും? ഫോറിൻ എക്സ്ചേഞ്ച് റിസോഴ്സ് ഉണ്ടാവും. ദിസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ് ഫോർ ഔട്ട്സൈഡ് മണി. ഓക്കെ, ഇനി നിയർ മണി. നിയർ മണി ഈസ് ലെസ് ദാൻ പെർഫെക്റ്റ്ലി ലിക്വിഡ് ഫിനാൻഷ്യൽ അസറ്റ്സ് വിച്ച് ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മണി. നിയർ മണി എന്ന് പറയുന്നത് ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് മണി. പണത്തിൻ്റെ അത്ര ഒരു അതിൻ്റെ അത്ര ഒരു എന്താണ് പെർഫെക്റ്റ് ലിക്വിഡ് ഫിനാൻഷ്യൽ അസറ്റ് അല്ല നിയർ മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ പണമല്ല, പക്ഷേ ദേ ആർ നിയർ മണി. ഓക്കെ, അത് മണിയാണോ വെച്ചാൽ ആണ്, അല്ല എന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനത്തെ മണിയാണ് നിയർ മണി എന്ന് പറയുന്നത്. അപ്പോൾ ആ മണീൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് മണി ഈസ് ലെസ് ദാൻ പെർഫെക്റ്റ്ലി ലിക്വിഡ് ഫിനാൻഷ്യൽ അസറ്റ്സ് വിച്ച് ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ മണി. അപ്പോൾ മണിയല്ല, പക്ഷെ നമുക്ക് എന്താണ് മണിയുടെ തൊട്ടടുത്തുള്ളൊരു സാധനമാണ്. ഏത് സമയത്തും നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് നിയർ മണി എന്ന് പറയുന്നത്. ഓക്കെ, നിയർ മണി അറ്റ് എനി ടൈം ദ കൺസ്യൂമേഴ്സ് ഓർ ഇൻഡിവിജ്വൽസ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ടു മണി. ഓക്കെ, കൺവേർട്ട് ടു മണി. ദേ ക്യാൻ ഈസിലി കൺവേർട്ടഡ് ടു മണി വിത്തൗട്ട് ലോസിങ് ഇറ്റ്സ് നോമിനൽ വാല്യൂ. അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടാണ്ട് നമുക്ക് അത് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, നിയർ മണിക്ക് എക്സാമ്പിളാണ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് ടൈം ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ട്രഷറി ബിൽസ്, അതുപോലെ ഗവൺമെൻറ് ബോണ്ട്സ്, ATM കാർഡ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സ്. ഇതൊക്കെ എന്താണ്? നിയർ മണിയാണ്. ചെക്ക് നിയർ മണിയായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ദിസ് ആർ ദ സം ഓഫ് ദ നിയർ മണി. കാരണം അതൊക്കെ വളരെ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ ക്യാൻ കൺവേർട്ട്. നിയർ മണി എന്ന് പറയുന്നത് എന്താണ്? അതൊരു മണിയാണ്. ആ മണിയുടെ പ്രത്യേകത എന്താണ്? ഏത് സമയത്തും നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് പണത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റിനെ പറയുന്ന പേരാണ് നിയർ മണി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ കുട്ടികളെ?